ഹലോ ഗായ്സ്, നമുക്കിന്നേ ക്രോഷ്യ വെച്ചിട്ട് ടുലിപ്പിൻ്റെ ഒരു ഹെയർ ബോ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്കിവിടെ 2 കളർ യാണും 3mm ഹുക്കും സ്റ്റിച്ച് മാർക്കറും പിന്നെ കുറച്ച് പോളിഫില്ലുമാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ബേസ് ആയിട്ടുള്ള 22 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനാദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ 22 ചെയിൻ നമ്മൾ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഡബിൾ ക്രോഷ്യ ആണ്. അതിനായിട്ട് 2 ചെയിൻ വിട്ടിട്ട് 3-ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ വലിച്ചെടുക്കുക. 2 പ്രാവശ്യം വലിച്ചെടുക്കുന്നതാണ് ഡബിൾ ക്രോഷ്യ. ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സ്റ്റിച്ചൊന്ന് ഒരു സ്റ്റിച്ച് മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ സ്റ്റിച്ച് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് മാർക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 20 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇരുപത് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2-ാമതുള്ള സ്റ്റിച്ചിലേക്കാണ് നിങ്ങൾ അടുത്തതായിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ വലിച്ചെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ റൗണ്ടും അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് മാർക്കർ ഇടാനായിട്ട് മറക്കല്ലേ. ഇതുപോലെ തന്നെ നിങ്ങളൊരു 6 റൗണ്ട് ചെയ്തെടുക്കണം. ആറ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് മാർക്കർ ഇടാൻ മറക്കല്ലേ. സിംഗിൾ ക്രോഷ്യ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4 ചെയിൻ ചെയ്ത് കൊടുക്കുക. 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെയും 4 ചെയിൻ ചെയ്ത് കൊടുക്കുക.
വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. ഈ റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നൂല് കട്ട് ചെയ്യുക. അതിന് ശേഷം അത് പുറത്തേക്ക് വലിച്ചെടുക്കുക. നൂല് പുറത്തേക്ക് വലിച്ചെടുക്കുക. നൂല് വലിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചൊക്കെ അഴിഞ്ഞു പോവും. അതിന് ശേഷം നമുക്കിതൊന്ന് ഹൈഡ് ചെയ്യാം. ഈ നൂലൊന്ന് ഹൈഡ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നീഡിൽ യൂസ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോഷയുടെ ഹുക്ക് തന്നെ യൂസ് ചെയ്ത് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഓരോ സ്റ്റിച്ചിലൂടെയും അത് വലിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കി വരുന്ന നൂല് നല്ലപോലെ തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ബോ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒരു യാൺ എടുക്കുക, അത് ചുറ്റി കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോ ആയിട്ട് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് നിർത്താം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്യുലിപ്പാണ്. അതിനായിട്ട് നമുക്ക് മാജിക് റിങ് ഇടേണ്ടതുണ്ട്. അതിനായിട്ട് ഇതുപോലെ യാണ് കയ്യിൽ ചുറ്റുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. ഹുക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് നൂല് വലിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾ 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ നൂല് പിടിച്ച് വലിച്ചാൽ നമുക്കത് ടൈറ്റായിട്ട് കിട്ടും. ഒരു സർക്കിൾ പോലെ ആയിട്ട് കിട്ടും ആ ഒരു സ്റ്റിച്ച്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഊരുക, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുക, ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സ്റ്റിച്ചിൽ കൂടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച്.
ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. 3rd റൗണ്ടിലെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഒരു സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച്, പിന്നെ സിംഗിൾ ക്രോഷേ, ഇൻക്രീസിങ് സ്റ്റിച്ച്. ഇതുപോലെ തന്നെ നിങ്ങൾ 3ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഒൻപത് റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനൊരു ഷേപ്പിൽ കിട്ടും. 9ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം യാൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുക. നമുക്ക് ടുലിപ്പിൻ്റെ ഹാങ്ങിങ് ചെയ്യാനായിട്ട് നമ്മൾ 23 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം യാൺ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇതിന് നമുക്ക് നമ്മുടെ ടുലിപ്പ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് കാണുന്ന ആ ഒരു യാണും നമ്മുടെ ആ ഹാങ്ങിങ്ങിൻ്റെ അറ്റത്തുള്ള യാണും രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ല സെക്യൂറായിട്ടിരിക്കും. ഇതിനായിട്ട് നിങ്ങൾ ആ നടുവിലുള്ള ആ ഒരു ഗ്യാപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു പീസ് വലിച്ചെടുക്കുക. ആ ഒരു നൂല് മാത്രം വലിച്ചെടുക്കുക. അതിന് ശേഷം നല്ലപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ടൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് തിരിച്ചിടുക. തിരിച്ചിടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയിൽ നമ്മുടെ ടുലിപ്പ് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ, ടുലിപ്പിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് പോളിഫില്ല് നമുക്ക് വെച്ച് കൊടുക്കുക. പോളിഫില്ല് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പീസ് തുണിയോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോളിഫില്ല് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഒരു നീഡിലെടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിലുള്ള സ്റ്റിച്ചിൽ അത് കണക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്റ്റിച്ചുമായിട്ട് അത് കണക്ട് ചെയ്ത് കൂട്ടി കെട്ടിയെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മുടെ ബോയുടെ നടുക്കുള്ള ആ ഒരു ത്രെഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലേസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നിങ്ങളൊരു 5 ചെയിൻ ചെയ്യുക. അതിനുശേഷം 3ാമത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഡബിൾ ക്രോഷേ കിട്ടും. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 റോ ചെയ്ത് കൊടുക്കാം. 6 അല്ലെങ്കിൽ 4 നിങ്ങളുടെ അതിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 റോയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 4 റോ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം.
വർക്ക് അക്രിലിക് യാൺ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വർക്ക് അത്ര സ്മൂത്ത് ആയിരിക്കില്ല. അക്രിലിക് യാണിൽ നൂല് നമ്മൾ പിടിച്ച് വലിച്ചാൽ അത് പൊങ്ങി വരും. സോ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു ലൈറ്റർ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ആ ലൈറ്റർ തീയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്രോഷേ ചെയ്ത ട്യൂലിപ്പിൻ്റെ മേളിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ വർക്ക് നല്ല ഫിനിഷിങ്ങോടെ കിട്ടും. ഇനി നമുക്ക് ആ ട്യൂലിപ്പ് നമ്മുടെ ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ആ ട്യൂലിപ്പിൻ്റെ രണ്ടറ്റവും ഒന്ന് കെട്ടി വയ്ക്കുക. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നൂല് നമ്മുടെ ഒരു ബോയിലേക്ക് കൂടെ ആ സെൻറ്ററിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് കെട്ടി സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലേസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുത്തിട്ട് പുറകിൽ അതിൻ്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടി കെട്ടി കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അത് കഴിയുമ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, ക്രോഷേ പഠിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.